ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് അരുളിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്, സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്ന് നമ്മൾക്ക് നോക്കാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ചെയ്ത് തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് പൈൽ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് പൈൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. 4 ഓഫ് സോഡ്സ്, 2 ഓഫ് കപ്സ്, ദ ലവേഴ്സ് കാർഡ്, സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്, ദ ടവർ, 6 ഓഫ് സോഡ്, 6 ഓഫ് കപ്സ്, ദ വേൾഡ് കാർഡ്, അതേപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റിക്കിൾ, ബോട്ടം ഓഫ് ദി ഡെക്ക്, 3 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ തന്നെയാണ് കാണിക്കുന്നത്. സ്മൂത്ത് ഗോയിങ് ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് കൂടുതലും വിക്റ്റിമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സണെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സണൽ ലൈഫ് ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ്. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് ആൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരെയുള്ള എനർജി അറ്റ് പ്രസൻറ്റ് കുറഞ്ഞാണ് നിൽക്കുന്നത്. ഇവിടെ അടുത്തത് എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു പേഴ്സൺ, ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ചിലരുടെ കേസിൽ മേ ബി ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കാം ഒരു റിലേഷൻഷിപ്പോ ഒരു പ്രപ്പോസലോ. സോ വേറൊരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വരാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. ഒരു ഒറ്റപ്പെടലിൽ നിന്നും ഒരു റിലേഷൻഷിപ്പിലേക്കും കമ്മിറ്റ്മെൻറ്റിലേക്കും പോകുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ പക്ഷേ അത് അധികം നാൾ മുന്നോട്ടേക്ക് പോകാനുള്ളൊരു ചാൻസ് ഇവിടെ വളരെ കുറവാണ്. സോ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടില്ല, ഇതുവരെയും പോയിട്ടില്ല എന്നുള്ളവർക്ക് സ്ട്രോങ്ലി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ഒരു 2 മാസം വരെയാണ് ആ ഒരു ടൈം കാണിക്കുന്നത്. അതിനുള്ളിൽ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്കിവിടെ അധികം സമയമുണ്ട് എന്നും പറയാൻ സാധിക്കുകയില്ല. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആവാൻ പോവുകയാണ്. ഓൾറെഡി അങ്ങനെ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും നിങ്ങളുമായിട്ട് റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് വളരെ കുറവാണ് എന്നതാണ് കാർഡ്സിൽ കാണിക്കുന്നത്. ഓക്കെ, ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സണൽ ലൈഫിൽ എന്ത് നടന്നാലും അതിനൊരു തടസ്സം വരും. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായാലും അത് കുറച്ച് നാൾ സ്മൂത്തായിരിക്കും, അതിന് ശേഷം അത് ബ്രേക്ക് ആകാനോ പല കാരണത്താൽ അവിടെയും ഒരു സെപ്പറേഷനും ഇഷ്യൂസൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ വ്യക്തിനെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഇത് കേട്ടിട്ട് ആരും അങ്ങോട്ട് പോയി മെസ്സേജ് ചെയ്യണമെന്നോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ അപ്പോൾ അട്രാക്റ്റ് ആകും. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കും. ഓക്കെ, നിങ്ങളെ ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു കണക്ഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. മുന്നോട്ടേക്ക് കൊണ്ടുപോയാലും ഒരുപാട് ഇഷ്യൂസ് വന്നു ചേരും. ആ ലോങ് ഡിസ്റ്റൻസ് മാറി കിട്ടണം, നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പലപ്പോഴും തോന്നുന്നുണ്ട്. ഒരു കൺഫ്യൂഷനും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കാൻ ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റക്നെസ് വന്നിട്ടുണ്ട്. മേ ബി ഒരു ഫെമിനൈൻ എനർജി ഇതിനൊരു തടസ്സം നിൽക്കുന്നുണ്ടായിരിക്കാം. പലരുടെയും റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് ആകാനും സെപ്പറേഷനും കാരണം ഒരു ഫെമിനൈൻ എനർജി ബ്ലാക്ക് മാജിക് ചെയ്തതുകൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കും. നിങ്ങൾ ഇതിൽ കൂടുതൽ വിക്റ്റിമാകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒരു ലോങ് ഡിസ്റ്റൻസ് മാറണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത 6 മാസത്തിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് മാറി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ കാണാനോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ ഉള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒരു ട്രാവൽ കാണിക്കുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ഒരു സെപ്പറേഷൻ വന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഈ ഒരു പേഴ്സണെ വേണ്ട എന്നാണ് തീരുമാനം എന്നുണ്ടെങ്കിലും ഒരു കോണ്ടാക്റ്റ് നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. നേരിട്ട് വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്.
അത് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമോ വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കും. ഓക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല റിയലായിട്ടൊരു റിലേഷൻഷിപ്പിലിരുന്നവർക്ക് വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ വരാൻ പറ്റുമെന്നെനിക്ക് തോന്നുന്നില്ല. സോ എന്തായാലും നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് മതി, ഇനി മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട എന്നൊരു തീരുമാനമാണെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടി ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് കൺഫ്യൂസ്ഡ് ആണ്. ചിലരുടെ കേസിൽ ഓൾറെഡി അങ്ങനൊരു നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചിലരുടെ കേസിൽ അങ്ങനൊരു വ്യക്തി വരാൻ പോകുന്നു. ഓക്കെ, അതിന് മുൻപേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നേരെ ഈ ഒരു പേഴ്സണെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കണം. ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് വരേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി മെസ്സേജ് അയക്കലോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക എന്നതാണ്. സോ ഫുൾ മൂൺ ഡേയിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ തീർച്ചയായിട്ടും നല്ലതാണ്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരുപാട് റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട് ട്വിൻ ഫ്ലെയിം ഒന്നിക്കുക എന്നുള്ള നല്ലൊരു കണക്ഷൻ തന്നെയാണ്. പക്ഷേ അത് ഒന്നിക്കുക എന്നുള്ളത് ഒരുപാട് പ്രയാസകരമാണ്. ഒരുപാട് തടസ്സങ്ങൾ വന്നു ചേരും. പക്ഷെ ഒന്നിച്ചാൽ ഏറ്റവും നല്ലൊരു കണക്ഷൻ എന്ന് തന്നെ പറയാനും സാധിക്കും. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ടതായിട്ടില്ല. ഇതൊരു സൈക്കിൾ പോലെ റിപ്പീറ്റായിട്ട് പല പ്രാവശ്യവും ഈ ഒരു സെയിം സൈക്കിളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഈ ഒരു സെയിം സിറ്റുവേഷൻ, ഇൻ ആൻഡ് ഔട്ട് എനർജി നിങ്ങൾ തന്നെ വിക്റ്റിമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ സ്റ്റക്കാണ്. ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്ന് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അങ്ങനെ ഒരു കോണ്ടാക്റ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. കോണ്ടാക്റ്റിന് വേണ്ടിയിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഓക്കെ, ആ ഒരു പേഴ്സൺ സ്റ്റക്കാണ്, നല്ല വിഷമത്തിലാണ്. എന്തുകൊണ്ടോ ലൈഫ് എല്ലാം കൊണ്ടും എവിടെയോ നിന്നുപോയി എന്ന ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ജോലിപരമായും ഹെൽത്തൊക്കെ വളരെ മോശമാകുന്ന ഒരു സിറ്റുവേഷൻ, ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വരുന്നതായിട്ടും അത് മെയിനായിട്ട് ഒരു ബ്ലാക്ക് മാജിക് കാരണം ആ ഒരു പേഴ്സണൽ ലൈഫിൽ മെൻ്റലി ഭയങ്കര ഡൗൺ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്കിവിടെ അങ്ങനെ ഒരു വ്യക്തി വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം. ചിലരുടെ കേസിൽ അങ്ങനെ ഒരു പേഴ്സൺ ഓൾറെഡി വന്നിട്ടുണ്ട്. അത് പക്ഷേ ഒരുപാട് നാളൊന്നും മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നില്ല. കുറച്ച് നാൾ നല്ലൊരു കണക്ഷൻ തന്നെയായിരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് ലൈഫ് ലോങ് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെൻഡ് ചെയ്യും. സോ ടേക്ക് കെയർ, ബൈ. സെക്കൻഡ് പൈൽ ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് പെൻറ്റിക്കിൾ, ദ ഡെവിൾ കാർഡ്, ദ ചാരിയറ്റ്, കിങ് ഓഫ് വാൺസ്, 9 ഓഫ് വാൺസ്, ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്, 7 ഓഫ് വാൺസ്, 2 ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡക്ക്, ദ ഹെർമിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റിൽ തന്നെ ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ വളരെ മോശമാണ്, വളരെ നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അതായത് മേ ബി സോഷ്യൽ മീഡിയയിലോ പുറത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയല്ല ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ. മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ലൈഫിൽ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലും ഒരുപാട് കൺഫ്യൂഷൻസും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയും എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റുന്നില്ല. റിലേഷൻഷിപ്പിൽ ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അറ്റ് പ്രസൻറ്റ്, നേരത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അറ്റ് പ്രസൻറ്റ് ആ ഒരു പേഴ്സണ് ഭയങ്കര ഒരു കുറ്റബോധം വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു റിഗ്രറ്റ് ഫീൽ, നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ, ഇതിൽ ഒരു ആക്ഷൻ എടുക്കേണ്ട സമയത്ത് എടുക്കാത്തതിൻ്റെ, നിങ്ങളെ ചൂസ് ചെയ്യാത്തതിൻ്റെ, നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കുറ്റബോധം ഇവിടെ നിലനിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ലോങ് ഡിസ്റ്റൻസ് വരും. ലോങ് ഡിസ്റ്റൻസ് ഒരു തേർഡ് പാർട്ടി ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ജോലിപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മെൻ്റലി ഡൗൺ ആക്കും, അത് റിലേഷൻഷിപ്പിനെയും ബാധിക്കും. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകണം എന്നില്ല, അതും നമ്മൾ തേർഡ് പാർട്ടി ആയിട്ട് പറയാറുണ്ട്. ഫാമിലി എതിർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതും തേർഡ് പാർട്ടി ആയിട്ട് പറയാറുണ്ട്. വേറൊരു പേഴ്സൺ വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ, വേറൊരു പേഴ്സൺ, ആ ഒരു വ്യക്തിക്ക് വേറെ കണക്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കണക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അത് എനർജിയെ ബാധിക്കും. അത്
ഒരു തേർഡ് പാർട്ടി ആയിട്ട് പറയും. അതേപോലെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മേ ബി ഇഷ്ടമുണ്ടായിരിക്കില്ല, നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിൻ്റെ അടുത്ത് വേറെ ആർക്കെങ്കിലും ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ലൈഫിലേക്ക് വേണം, ആ ഒരു പേഴ്സണെ കിട്ടിയാൽ കൊള്ളാം എന്ന് വിചാരിച്ച് സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അതിനെ ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഒരു വിള്ളൽ, ഒരു സെപ്പറേഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അറ്റ് പ്രസൻറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ചാരിയറ്റ്, അതായത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. വേറൊരു കാര്യം ഞാൻ കാർഡ്സിൽ എടുത്ത് കണ്ടത്, ഇവിടെ ഇപ്പോൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ളൊരു കണക്ഷനാണ്. നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് കാണുന്നത്. എന്തെങ്കിലും കോടതി ബേസ് ചെയ്തിട്ട് ഡിവോഴ്സോ കാര്യങ്ങളോ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സെപ്പറേഷനും കാര്യങ്ങളും, അതിനുശേഷം നിങ്ങൾ ഹീലായി നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അല്ലാതെ കുറച്ചൊരു പോസിറ്റീവായിട്ട് നിൽക്കുന്നത് ഒരു റിലേഷൻഷിപ്പിലൊരു എന്താ പറയുക, സെപ്പറേഷനൊക്കെ വന്നിട്ടുള്ളവർക്കാണ്. നിങ്ങൾ വേറൊരു തേർഡ് പേഴ്സൺ, ഇപ്പോൾ അതാരുമായിക്കോട്ടെ, ഫ്രണ്ട്സോ കാര്യങ്ങളോ ഫാമിലി മെമ്പേഴ്സിനൊന്നും അധികം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ പിടിച്ചിടാതിരിക്കുക എന്നതും, പകുതി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കണ്ടോ സംസാരിച്ച് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഇഷ്യൂസ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നും കാണിക്കുന്നു. സോ തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ടതായിട്ടില്ല. ഈ ഒരു പേഴ്സണോ നെഗറ്റീവായിട്ടിരിക്കുന്നു, നിങ്ങൾ കൂടി ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ലാഗ് റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൊണ്ടുവരും. ഓക്കെ, ഒരു പേഴ്സൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഒരു സ്ട്രഗ്ലിംഗ് ഫേസ്, എക്സ്ട്രീം ലെവലിലുള്ളൊരു സ്ട്രഗ്ലിംഗ് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. ദ ഡെവിൽ കാർഡ് ഉണ്ട്, അതേപോലെ തന്നെ 9 ഓഫ് വാൺസ് ഉണ്ട്, 7 ഓഫ് വാൺസ് ഉണ്ട്, ഡെത്ത് കാർഡ് ഉണ്ട്, ദ ഹെർമിറ്റ് ഉണ്ട്. ഒറ്റപ്പെട്ട അവസ്ഥ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്നു, ആരുമില്ല എന്നൊരു തോന്നൽ. മേ ബി നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ വേറെ ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല, എവിടെയോ എന്തോ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ ഭയങ്കരമായിട്ട് വരുന്നു. പാസ്റ്റ് ലൈഫുമായിട്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്ന പല ഇൻസിഡൻറ്റും പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വ്യക്തി വിചാരിച്ചതുപോലെ പ്ലാൻ ചെയ്തിട്ടുള്ളതുപോലെ പല കാര്യങ്ങളും നടക്കുന്നില്ല. അറ്റ് പ്രസൻറ്റ് മുന്നോട്ടേക്ക് പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എല്ലാം തടസ്സപ്പെട്ട് അല്ലെങ്കിൽ കിട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അത് ഈ ഒരു വ്യക്തിനെ മെൻ്റലി ഡൗൺ ആക്കുന്നു. മേ ബി കരിയർ വൈസ് ഉദ്ദേശിച്ചൊരു ജോലി കിട്ടിയിട്ടുണ്ടാകണം എന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തുടങ്ങാൻ പറ്റാതെ വരികയോ തുടങ്ങിയിട്ട് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്നൊരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ, നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഒരു ദുഃഖം ഈ ഒരു പേഴ്സൺ ഉണ്ട്. എന്നാലും അത് തുറന്ന് പ്രകടിപ്പിക്കാൻ ഈ ഒരു പേഴ്സൺ തയ്യാറാകുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഒരു സത്യം. ഓക്കെ, ഇത്രയൊക്കെ നിങ്ങളുടെ അടുത്ത് ഒരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു, പക്ഷേ ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഒരു കുറ്റബോധം ഈ ഒരു പേഴ്സൺ ഉണ്ടെങ്കിലും അത് തുറന്ന് കാണിക്കാൻ ഈ ഒരു വ്യക്തി തയ്യാറാകാത്തൊരു അവസ്ഥയുമുണ്ട്. ഒരു ചെറിയൊരു ഈഗോ എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്നാലും ഇൻ ഫ്യൂച്ചർ നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, ഫുൾ മൂൺ ഡേയിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുക, റിലേഷൻഷിപ്പിലൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിനടുത്ത് എല്ലാം തന്നെ സറണ്ടർ ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. സോ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക, അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട. കുറച്ചൊരു സമയം, ഒരു ഹീലിംഗ് പ്രോസസ്സ്, ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ് ഇവിടെ നടക്കേണ്ടത്. അത് നടക്കുമെന്ന് തന്നെ യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടുന്ന ഒരു തിരിച്ചറിവിനുള്ളൊരു സമയമാണ്. അത് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുത്തേക്കുക. ഈ ഒരു പേഴ്സണെയാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. മേ ബി ആ ഒരു പേഴ്സൻ്റെ കർമ്മയായിരിക്കും ലൈഫിൽ കുറച്ച് നാൾ ഒറ്റപ്പെട്ട് ആ ഒരു പേഴ്സൻ്റെ അടുത്ത് നല്ല രീതിയിൽ നിങ്ങൾ നിന്നിട്ടും അതൊന്നും കാണാതെ വിഷമിപ്പിച്ചതിൻ്റെയും എല്ലാം തന്നെ ഒരു കർമ്മയായിരിക്കും. ഓക്കെ, സോ ഒരുപാട് ഇതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു അവസ്ഥ കാണിക്കുന്നില്ല. ആ ഒരു പേഴ്സണാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത്. സോ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിയും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ, so take care, bye.